ഹലോ, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് KGയുടെ വാൻചോ കേക്കാണ്. എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ വാൻചോ കേക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ പോലും ഇതുവരെ കഴിക്കാത്ത ഈ ഒരു കേക്ക് എനിക്ക് കിട്ടിയ ഫസ്റ്റ് ഓർഡറാണ്. പിന്നെ ഇത് എനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഓർഡർ എന്നെ വിശ്വസിച്ച് തന്ന എൻ്റെ ഒരു ഫ്രണ്ട്, പുള്ളിക്ക് വളരെയധികം താങ്ക്സ് ഉണ്ട്. കാരണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പം പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു സമയത്താണ് ഒരു കേക്ക് വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ട് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അത്രത്തോളം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്തൊരു കേക്കാണത്. ഇതിന് വേണ്ടിയിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതായത് തരുന്ന പൈസയ്ക്ക് നമ്മളത് വാല്യൂ കാണിക്കണം. അപ്പോൾ അതിനുള്ള എഫേർട്ട് മൊത്തം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു ദിവസത്തിനുള്ളിലാണ് ഈ കേക്ക് മൊത്തം സെറ്റ് ചെയ്തെടുത്തത്. പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റേതായ ചെറിയ രീതിയിലുള്ള പോരായ്മകളുണ്ട്. ഫസ്റ്റ് ടൈമത്തെ കേക്ക് ആയതുകൊണ്ടും അതിൻ്റെ ഒരു പോരായ്മ ഇതിൽ കാണുന്നുണ്ട്. ഇനിയും നല്ല നല്ല കേക്ക് ബെറ്ററായിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യുമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ചെയ്ത ഫസ്റ്റ് വാൻചോ കേക്കാണ്. അറിയാം, നമുക്ക് ഇത്രയും പെർഫെക്റ്റോടെ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വളരെ ഒരു ഭാഗ്യമാണ്. ഇതിൽ ഞാൻ ചെയ്തേക്കുന്നത് വെച്ചാൽ വൈറ്റ് സ്പോഞ്ചും അതുപോലെ വാനില സ്പോഞ്ചും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു സ്പോഞ്ചും പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ വൈറ്റ് ചോക്ലേറ്റ് ഗണേശ വിപ്പ് ക്രീമും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കോട്ടിങ്ങാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ഫോറസ്റ്റ് ബ്ലാക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫൈനൽ കോട്ടിങ് കൊടുത്തേക്കുന്നത് നമ്മുടെ സാധാ വിപ്പിംഗ് ക്രീമും അതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷും കൂടി ഡ്രിപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നന്നായെന്നറിയില്ല, എന്നാലും ബെറ്ററാക്കാനുണ്ട്. അടുത്ത വീഡിയോസിൽ ബെറ്ററായിട്ട് ഇതുപോലെ ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കുന്നതാണ്.